എടാ മോനെ, എനിക്ക് യുവാക്കളെ തല്ലുന്ന ഇഷ്ടമല്ല. നീ സത്യം പറഞ്ഞാൽ നിനക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നിന്നെ തല്ലിയത് പോലീസിനെ അപമാനിച്ചത്. പോലീസിനെ ഭീഷണിപ്പെടുത്തി ഉന്മൂലനം ചെയ്യാൻ എത്തിയിരിക്കുന്ന പീക്കിരി പിള്ളേര്. സത്യം പറയടാ, പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ നീ ഉണ്ടായിരുന്നില്ലേ? അവൻ എവിടെയുണ്ട്? പറയടാ മോനെ രാജശേഖര. രാജശേഖരൻ? ഞാനോ? നീ സാറിന്റെ മുഖത്ത് തുപ്പല്ലടാ. ആള് മാറാനോടാ നായ, നിന്റെയൊക്കെ നായാട്ട്. ഇവനെ കൊണ്ടുപോയി വിട്. റിലീസ് ചെയ്യും. You killed him. തന്നോട് ഞാൻ പറഞ്ഞതെന്താ? ഇവനെ കൊണ്ട് വിടാനല്ലേ? ഇവൻ നിരപരാധിയാ. തെറ്റ് ചെയ്യാത്തവന്റെ ആത്മവിശ്വാസം അവന്റെ പ്രവൃത്തിയിലുണ്ട്. അല്ലെങ്കിൽ എന്റെ മുഖത്ത് തുപ്പാനുള്ള ധൈര്യം അവനുണ്ടാവില്ല. അവൻ രാജശേഖരനല്ല, ഉറപ്പാ. സാറേ, ഒരു കയ്യബദ്ധം പറ്റിപ്പോയത്. കയ്യബദ്ധം? ഏത് വിധമായാലും ഒരു മനുഷ്യനെ കൊല്ലുന്നത് കൊലപാതകം തന്നെയാ. IPC 304 ഡെത്ത് ഡ്യൂ ടു നെഗ്ലിജൻസ്. അതിനുള്ള ശിക്ഷ അനുഭവിച്ചേ തീരൂ. കോൺസ്റ്റബിൾ, അറസ്റ്റ് ചെയ്യും.
ജയറാം പണിക്കർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനിലെ മനുഷ്യനെ കണ്ടത് ഞാൻ അപ്പോഴാ. ഒരു നിമിഷം കൊണ്ട് ഞാൻ കുറ്റവാളിയായി, ലോക്കപ്പിലായി. ജയറാം സാറിന്റെ ആ ശിക്ഷയിലൂടെ എന്റെ മനസ്സിലെ നരിയുടെ പല്ലു കൊഴിഞ്ഞു. എന്റെ കൈകൊണ്ട് പൊലിഞ്ഞ ഒരു ജീവന്റെ വില ഞാൻ അറിഞ്ഞു. ശിക്ഷ ഏറ്റുവാങ്ങാൻ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തിയിരുന്നു. പക്ഷേ ഞാനോ ജയറാം പണിക്കർ സാറോ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ നടന്നത്. അന്ന് രാത്രി എല്ലാം തകിടം മറിഞ്ഞു. മരിച്ചോ? എന്ത്, ലോക്കപ്പിലാക്കിയെന്നോ? പണിക്കരില്ല എവിടെ? ഞാനിതാ വരുന്നു, വെയിറ്റ് ചെയ്യാൻ പറയൂ. എവിടെടോ? അകത്തുണ്ട്. നരിക്കോടൻ എവിടെ? ഇതാ അവിടെ. വരണം സർ. താൻ എന്ത് വിഡ്ഢിത്തമായി കാണിച്ചിരിക്കുന്നത്? ഇയാള് വിദേശത്ത് പോയി പഠിച്ചത് ഇതാണോ? നമ്മുടെ വലങ്കയ്യായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ചെറിയൊരു കയ്യബദ്ധത്തിന്റെ പേരിൽ ലോക്കപ്പിലിടുക. താൻ എന്ത് ചെയ്യാൻ പോകുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സർ, കയ്യബദ്ധമാണെങ്കിൽ കൊലപാതകമല്ലേ? എനിക്ക് അയാളെ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും, ഒരു നിരപരാധിയെ കൊന്നതിന്. ഹോ, തന്റെ ഒരു ആദർശം. എടോ, ഇതെന്റെ രാഷ്ട്രീയ സദാചാരത്തെ തന്നെ ബാധിക്കുന്ന പ്രശ്നമാ. തനിക്കറിയാമല്ലോ, മുഖ്യമന്ത്രി ആദർശശാലിയാണ്. അങ്ങേരുതിൽ താല്പര്യം കാണിക്കും. അതോടെ എന്റെ രാഷ്ട്രീയ ഭാവി തകരും. അടുത്ത തെരഞ്ഞെടുപ്പിൽ എനിക്കിരിക്കേണ്ട കസേരയാണ്. പണിക്കരെ, നിങ്ങൾ പറയുന്നത് ശരിയാ, സമ്മതിക്കുന്നു. ഒരാളെ കൊല്ലുക എന്നത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാ. പക്ഷേ സംഭവിച്ചു പോയില്ലേ? മേലുദ്യോഗസ്ഥൻ എന്ന നിലയിൽ തനിക്ക് നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? അത് സാർ, എന്താ തനിക്ക് ഉത്തരവാദിത്വമില്ലേ? ഏതായാലും നിങ്ങളൊക്കെ കൂടി ഇത്രയും ചെയ്തു വെച്ചു. ഇനി ഞാൻ നോക്കിക്കൊള്ളാം. ആർക്കും ദോഷം വരാത്തൊരു സൊല്യൂഷൻ വേണമല്ലോ. ആ കിടക്കുന്ന പയ്യൻ എനിക്ക് നാശം വിതയ്ക്കും. അവന്റെ ചിതയിൽ നിന്നുയരുന്ന തീനാളമുണ്ടല്ലോ, അത് നമ്മളെയെല്ലാം ചാമ്പലാക്കും. അതുകൊണ്ട് താൻ ആദ്യം നരിക്കോടിനെ റിലീസ് ചെയ്യൂ. ഇറ്റ്സ് മൈ ഓർഡർ. നോക്ക്, രാജൻ എന്നൊരു വിദ്യാർത്ഥി നിങ്ങൾ കണ്ടിട്ടുമില്ല, കസ്റ്റഡിയിൽ എടുത്തിട്ടുമില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ? സർ. Come on. ഇവിടെ പറഞ്ഞതെല്ലാം കേട്ടല്ലോ. എല്ലാം തീ വിഴുങ്ങട്ടെ. അവന്റെ ചാരം പോലെ ഈ ഭൂമുഖത്ത് ബാക്കിയുണ്ടാവാൻ പാടില്ല. എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാവും. സാർ,